അല്ല, അതുമായി ബന്ധപ്പെട്ട് അനധികൃതമാണോ, അവർക്ക് അതിനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നോ, പെർമിഷൻ ഉണ്ടെങ്കിൽ തന്നെ ഏത് രീതിയിലാണ് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ച് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ് കളക്ടർ അറിയിക്കും. അപ്പോൾ പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. അത്ര അന്വേഷണം ഒരു ഭാഗത്ത് നടക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇവിടെ ഒന്നിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണിത്. മലപ്പുറം വേങ്ങര പരപ്പനങ്ങാടി റോഡ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. അപ്പോൾ സ്വാഭാവികമായി ഇവിടുത്തെ മണ്ണ് ഇടിഞ്ഞ് കഴിഞ്ഞ മണ്ണ് വളരെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കണം. ആ ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ജിയോളജിയുടെയും മറ്റേതുമായി ബന്ധപ്പെട്ട് സമിതിയെ വെച്ചിട്ടുണ്ട്, ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ട് കൂടി കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു, എനിക്ക് തോന്നുന്നു, ഒരു റെസ്ട്രിക്റ്റഡ് എന്ന് പറയാവുന്ന ഒരു നിയന്ത്രിതമായിട്ടുള്ള, അത് പൂർണ്ണമായിട്ടുമല്ല എന്നാൽ ചില ഓപ്പണായിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം ഫസ്റ്റ് ഘട്ടത്തിൽ പോകാൻ കഴിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ഒരു സാഹചര്യം കാണുമ്പോൾ ഏത് സമയവും നമുക്ക് ഒരു തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും 5:30 മണിക്ക് കളക്ടർ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയൻ കൂടി എടുക്കും, ജിയോളജിയുടെ ഒപ്പീനിയൻ എടുക്കും. അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ കഴിയും, അതിൻ്റെ അപകടാവസ്ഥ നമുക്ക് ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യമാണോ അല്ലെങ്കിൽ ഇടവിട്ട് കൊടുക്കാൻ കഴിയുമോ. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ മേപ്പാടിയിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. പൂർണ്ണമായിട്ട് ഒരുമിച്ച് തുറന്നു കൊടുത്തില്ല, ഘട്ടം ഘട്ടമായിട്ടാണ് തുറന്നു കൊടുത്തത്. ആ സമയത്ത് നമുക്ക് ചില നിയന്ത്രണങ്ങൾ വെച്ചു. പക്ഷേ ഇവിടെ നമുക്ക് മെയിൻ ഒരു ഹൈവേ ആയതുകൊണ്ട് നമുക്ക് അത്ര നിയന്ത്രണങ്ങൾ പ്രായോഗികമാണോ എന്നറിയില്ല. എന്നാലും ഇന്ന് വൈകുന്നേരത്തെ യോഗത്തിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഇതിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. അതിനുശേഷം തീരുമാനം അറിയിക്കും. ഈ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് 18-ൽ ഇവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരു തരത്തിലുള്ള ഡേഞ്ചർ സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട് അത് മറപടി പിടിച്ച് കുറേ ആളുകൾ ഇവിടെ അനധികൃത നിർമ്മാണം നടത്തിയെന്ന് പരാതിയൊക്കെ തന്നെ വ്യാപക. ഈ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ഡിക്ലറേഷനൊക്കെ സാധ്യതയുണ്ടോ? അല്ല, നമ്മളിപ്പോൾ അതിനകത്ത് എക്സ്പേർട്ട് കമ്മിറ്റി രണ്ട് കാര്യങ്ങളാണ്. ഇതൊന്ന് നമ്മൾ വേറെ പരിശോധിക്കുന്നുണ്ട്, ഇതിനകത്ത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ആലോചിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇനി ഗതാഗത യോഗ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഒരു എല്ലാം റോഡെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു, ഇനി ഗതാഗതം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അപകടത്തിനുള്ള വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ന്യായീകരണം ഉണ്ടാകും. അപ്പോൾ നമുക്ക് അപകട സാധ്യതയില്ലാത്ത ഒരു അന്തരീക്ഷം ആണ് എന്നുള്ള ഉറപ്പ് വരുത്തണം. മാത്രമല്ല, ഇപ്പം നിലവിൽ ഇളകി നിൽക്കുന്ന അല്പം മണ്ണുണ്ട്. ഇപ്പം നമുക്കത് അത്ര പെട്ടെന്ന് എടുത്ത് മാറ്റാനും കഴിയില്ല. അതെടുത്ത് മാറ്റുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു ഒപ്പീനിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കും. എന്തായാലും അധികം നമുക്ക് ഈ ഒരു മേജർ റോഡാണ്. ഈ റോഡ് നമുക്കങ്ങനെ അധികമായിട്ട് അടച്ചിടാൻ കഴിയില്ല. അപ്പോൾ ആളുകളുടെ സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്തുകൊണ്ട് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണം നടത്തും. ഇടവിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെല്ലാം രാത്രി നമുക്ക് നിയന്ത്രിച്ചുകൊണ്ടോ പകല് ചില സമയങ്ങൾ തുറന്നുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്ക് പൂർണ്ണമായ തലത്തിലേക്ക് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടോ എന്നും കൂടി പരിശോധിക്കാം. പറ്റുന്ന ഈ ചോദിക്കാൻ വിട്ടുപോയി, നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ വെള്ളം കയറിയവർക്ക്, കടകൾക്കൊക്കെ. അതെങ്ങനെയാണ് ആ പ്രൊസീജിയർ, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ആരാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? കൺഫ്യൂഷൻ ഉണ്ട്, പലരും വിളിക്കുന്നുണ്ട്. ഒരു കൺഫ്യൂഷൻ ഇല്ല, നമുക്കൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്. ആദ്യമായിട്ട് വെള്ളം കയറില്ലല്ലോ. വെള്ളം കയറുന്ന വീടുകളിൽ, ആ വെള്ളം കയറുന്ന വീടുകളിലുള്ളവർക്ക് 10,000 രൂപയുടെ നഷ്ടപരിഹാരം നൽകും. അത് ക്യാമ്പിൽ പങ്കെടുക്കണ്ട എന്നൊരു ഘടകമല്ല. ചില തെറ്റിദ്ധാരണയിൽ വന്നിട്ടുണ്ട്. ക്യാമ്പിൽ പങ്കെടുത്താലും പങ്കെടുത്തിട്ടില്ലെങ്കിലും വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ആ വീട്ടുകാർ ക്യാമ്പിൽ പോവാം, അവരുടെ കുടുംബ വീടുകളിൽ പോവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനമുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ജീവിക്കാം. എവിടെ കഴിഞ്ഞാലും അവർക്ക് 10,000 രൂപ കൊടുക്കും. ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു മാനദണ്ഡം തന്നെ ഇല്ല. വീട്ടിൽ വെള്ളം കയറുക എന്നുള്ളതാണ്. അത് വില്ലേജ് ഓഫീസ്, അതുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർ അന്വേഷിക്കും. നമുക്ക് മാത്രം LSGDയും വളരെ സജീവമായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം എത്ര വീടുകളിൽ വെള്ളം കയറി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സംവിധാനമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും. വ്യാപാരികൾക്കും ആദ്യമായിട്ടാണ്. പലപ്പോഴും കേരളത്തിലെ ഒരു ആവശ്യം വന്നിട്ടുണ്ട് വ്യാപാരികൾക്ക് സഹായിക്കണം എന്നുള്ള. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വ്യാപാരികൾക്കൊരു വായ്പാ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അത് വേണ്ട രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. വളരെ കുറച്ച് അതിൻ്റെ ഒരു ആവശ്യക്കാർ വന്നുള്ളൂ. പല ബുദ്ധിമുട്ട് വ്യാപാരികൾ പറഞ്ഞു. അപ്പോൾ ഇത്തവണ എന്തായാലും വീടുകൾക്ക് നൽകുന്ന അതേ സഹായം വ്യാപാരികൾക്ക് നൽകും. കടകൾ വൃത്തിയാക്കുന്നതിന്, ക്ലീനിങ്ങിന് വേണ്ടിയുള്ള ഒരു 10,000 രൂപ അവർക്ക് നൽകും. അതോടൊപ്പം തന്നെ നിലവിലുള്ള വായ്പാ പദ്ധതി കുറേ കൂടി ലഘൂകരിച്ച് കൂടുതൽ അവർക്കൊരു ആശ്വാസമാകുന്ന രീതിയിൽ വ്യാപാരികൾക്ക് നൽകും. നമ്മൾ ഏത് രീതിയിലാണ് അപേക്ഷിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അപേക്ഷിച്ചില്ല എന്നുള്ളതുകൊണ്ട് വില്ലേജ് ഓഫീസർമാർക്കൊക്കെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ക്യാമ്പുകളിലുള്ളവർക്ക് അത് നടത്തുന്നവർക്ക് അത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രം എടുക്കേണ്ട, അതിനകത്ത് വെള്ളം കയറിയവരെ കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശം പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വില്ലേജ് ഓഫീസർമാരാണ് അത് ചെയ്യുന്നത്. അതനുസരിച്ച് അത് നമ്മൾ കൊടുക്കും. അതിനകത്തൊന്നും ബുദ്ധിമുട്ടില്ല. മുമ്പ് നമ്മൾ ഇതിലേറെ വെള്ളം കയറിയ ഇതിനകത്ത് നമുക്ക് വെള്ളം കയറിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വെള്ളം കയറിയത് 2-3 ജില്ലകളിലാണ്. കഴിഞ്ഞ നമുക്ക് കേരളം മുഴുവൻ നമുക്ക് വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായി. അപ്പോഴും നമ്മളിത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും വെള്ളം കയറുന്ന കുടുംബങ്ങൾക്ക് മാത്രമല്ല കച്ചവടക്കാർക്ക് കൂടി കൊടുക്കും. അപ്പോൾ അതിനകത്ത് താൽക്കാലികമായിട്ട് ആളുകളുടെ സേവനം വേണമെങ്കിൽ ആ സേവനം എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ പരിശോധന നടത്തി അവർക്ക് സഹായം കൊടുക്കും. വേറെ പ്രത്യേകിച്ചും രാജേഷിനെ ഞാൻ പറഞ്ഞല്ലോ, രാജേഷിന്റെ കുടുംബത്തിന് സഹായം നൽകുന്ന കാര്യത്തിൽ എല്ലാ രീതിയിലും ഏതെല്ലാം രീതിയിൽ അവർ സഹായിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഗവൺമെൻറ് സഹായിക്കും. അവർക്ക് പല പ്രയാസവും അവരെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം എന്ന് പറയാവുന്നത് രാജേഷായിരുന്നു. മറ്റുള്ളവർ ജീവൻ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലാണ് രാജേഷിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഏതെല്ലാം രീതിയിൽ ഗവൺമെൻറ് സഹായിക്കാൻ കഴിയുമോ അതൊക്കെ ഗവൺമെൻറ് സഹായിക്കും. പിന്നെ ഇന്നിപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ആക്ഷേപവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ അതിന് വിവരം ലഭിച്ചിരുന്നു. ആ വിവരം ലഭിച്ച ഉടനെ തന്നെ ജില്ലാ കളക്ടറോട് ഞാൻ നേരിട്ട് സംസാരിച്ച് റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടർ പറഞ്ഞത് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തിരുന്നു. ഏത് രീതിയിലാണോ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കേണ്ടത് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ കൊടുത്തതാണ്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ ഓണമായിട്ട് എല്ലാവരും ഇവിടെ? ഇത്തവണത്തെ ഓണം ആധാർ ഗോൾഡിലല്ലേ? ഓണം സ്വർണോത്സവം ആധാർ ഗോൾഡിലൂടെ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ. 1-ാം സമ്മാനം തിളങ്ങുന്ന ഒരു മാരുതി ബലേനോ കാർ. 2-ാം സമ്മാനം സ്റ്റൈലായി യാത്ര ചെയ്യാൻ ഒരു സ്കൂട്ടർ. 3-ാം സമ്മാനമായി 5 ഫ്രിഡ്ജുകൾ 5 വിജയികൾക്ക് സ്വന്തം. 4-ാം സമ്മാനമായി 5 വാഷിംഗ് മെഷീൻ 5 പേർക്ക്. 5-ാമതായി 50 മനോഹരമായ ഡിന്നർ സെറ്റുകൾ 50 പേർക്ക്. 6-ാം സമ്മാനം 50 പ്രഷർ കുക്കറുകൾ 50 ഭാഗ്യശാലികൾക്ക്. 7-ാം സമ്മാനം 50 ഫ്രൈ പാനുകൾ 50 പേർക്ക്. എന്താ മാവേലി, ഇത് പൊളിക്കൂലേ? അത് കിടക്കും ബ്രോ. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സംയുക്തത്തിൽ ആധാർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഓണം സ്വർണോത്സവം. ഓഗസ്റ്റ് 1 മുതൽ തുടർച്ചയായി 3 മാസക്കാലം നീളുന്ന ഈ സുവർണാവസരത്തിൽ നിങ്ങളും പങ്കാളിയാകൂ. ആധാർ ഗോൾഡിന്റെ മുഴുവൻ ഷോറൂമുകളിലും ഈ സമ്മാന കൂപ്പൺ ലഭ്യമാണ്.